നിങ്ങളൊരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്ന 5 ടൂൾസ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലൊരു 4 ഗൂഗിളിൻ്റെ ടൂളാണ്, അതുപോലെ ഒരെണ്ണം വരുന്നത് ഫേസ്ബുക്കിൻ്റെ ടൂളാണ്. ഫസ്റ്റ് വൺ ഗൂഗിൾ സെർച്ച് കൺസോളാണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ ഗൂഗിൾ സെർച്ച് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും ക്രോളിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ടൂൾ നമുക്ക് കാണിച്ചു തരും. പോരാത്തതിന് നമ്മുടെ കംപ്ലീറ്റ് കീവേഡ്സിൻ്റെ പെർഫോമൻസ്, അതായത് കീവേഡ്സ് എന്തൊക്കെ ടേംസ് സെർച്ച് ചെയ്തിട്ടാണ് യൂസേഴ്സ് വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ളതും നമുക്ക് ഈ ടൂൾ കാണിച്ചു തരും. സെക്കൻഡ് ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഗൂഗിൾ സെർച്ച് കൺസോളിനെ പോലെ തന്നെ ഒരു ട്രാക്കിംഗ് ടൂളാണ്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന വിസിറ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയാണ് വരുന്നത്. അതുപോലെ അവരെങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു, ലൈക്ക് സോഷ്യൽ മീഡിയ വഴി വന്നതാണോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് വഴി വന്നതാണോ, അങ്ങനെയുള്ള ഡാറ്റയും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം അവർ എന്തൊക്കെ ചെയ്തു, കംപ്ലീറ്റ് യൂസർ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസും നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടാഗ്സ് അല്ലെങ്കിൽ കോഡ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന പല ഇവൻറ്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കോഡ്, ഈ ഇവൻറ്റിൻ്റെ കോഡ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് കോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൻ്റെ ലോഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ടൂളാണ് ഗൂഗിൾ മെർച്ചൻറ്റ് സെൻറ്റർ. ഗൂഗിൾ മെർച്ചൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഷൂസ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതൊരു ലിസ്റ്റ് ആയിട്ടാണ് ഗൂഗിൾ കാണിക്കുക. ഇതിൽ കാണിക്കുന്നത് ഗൂഗിളിൻ്റെ മെർച്ചൻറ്റ് സെൻറ്ററിൽ നിന്നാണ്. ഫിഫ്ത്ത് ടൂളാണ് ആഡ്സ് ലൈബ്രറി. ആഡ്സ് ലൈബ്രറി നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ലൈക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇമേജസ്, അതുപോലെ അവർ യൂസ് ചെയ്തിരിക്കുന്ന കോപ്പീസ്, ഡിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനും ഇത് നമ്മുടെ ക്യാമ്പയിനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. സോ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലെങ്കിൽ ബിസിനസ് ഓണറോ ആണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടൂൾസ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.